guys, welcome to Ancient Media. It's me Vipin Nath. എന്നത്തെയും പോലെ തന്നെ ഇന്നും ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നോബൽ പ്രൈസിനെ കുറിച്ചിട്ട് സമാധാനത്തിന്റെ സമ്മാനം എന്നൊക്കെ അറിയപ്പെടുന്നത്. അതിനൊരു പാരഡി അല്ലെങ്കിൽ അതിനൊരു അപരൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാവുന്ന ഒരു അവാർഡിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ നോബൽ സമ്മാനവുമായിട്ട് പേരിനോട് കുറച്ച് സാമ്യമുള്ള ഇഗ് നോബൽ പ്രൈസിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഇഗ് നോബലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാർക്ക് എബ്രഹാം എന്ന വ്യക്തിയാണ് ഈ ഇഗ് നോബൽ പ്രൈസ് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്നും ആ ഇഗ് നോബൽ പ്രൈസ് പലരുടെ ഇടയിൽ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ലോകം മൊത്തം അറിയപ്പെടുന്നത് മണ്ടൻ കണ്ടുപിടുത്തങ്ങൾക്കുള്ള ഒരു പുരസ്കാരം എന്നുള്ള രീതിയിലാണ്. ചിലപ്പോൾ വിമർശകർ അങ്ങനെ പറയുന്നതാകാം. എന്തായാലും മണ്ടൻ കണ്ടുപിടുത്തങ്ങൾക്കുള്ള പുരസ്കാരം എന്ന് തന്നെയാണ് അത് അറിയപ്പെടുന്നത്. മാർക്ക് എബ്രഹാമിന്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു മോട്ടീവ്, ഇതിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് മേക്സ് പീപ്പിൾ ലവ് ആൻഡ് തിങ്ക് എന്നതാണ് ഇവരുടെ ഒരു ക്രൈറ്റീരിയ. ആദ്യം ചിരിപ്പിക്കുക ജനങ്ങളെ, പിന്നെ ചിന്തിപ്പിക്കുക, അതിലെന്തോ കാര്യമുണ്ടല്ലോ എന്ന് ആളുകളെ ചിന്തിപ്പിക്കുക. അതാണ് ഈ ഒരു അവാർഡ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് അവർ കൊണ്ടുവരുന്ന ആശയങ്ങൾ, ഈ സമ്മാനങ്ങൾ നൽകുന്ന ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ തീർത്തും വ്യത്യസ്തമാണ്. ഇപ്പൊ ഒരാൾ ഒരു സാധനം കണ്ടുപിടിച്ചെന്ന് കരുതുക, അതിന് ഇവർ ഇഗ് നോബൽ സമ്മാനം കൊടുത്തു. അങ്ങനെ കൊടുക്കുമ്പോൾ അതെന്താണ് കണ്ടുപിടിച്ചതെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോഴാവും നമുക്ക് തോന്നും, അയ്യേ ഇതാണോ കണ്ടുപിടിച്ചത്, ഇതിനാണോ ഇഗ് നോബൽ സമ്മാനം കൊടുത്തത് എന്നൊക്കെ വിചാരിക്കും. പിന്നെ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ അതിൽ എന്തൊക്കെയോ കാര്യമുണ്ടല്ലോ എന്ന് തോന്നുകയും ചെയ്യും. അതിൽ പറയുകയാണെങ്കിൽ ഒരു കാര്യമുണ്ട്, ഞാൻ ഇനിയും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. പലരും കണ്ടിട്ടുണ്ടാവും പ്ലാനറ്റ് ഓഫ് എയ്പ്സ് അല്ലെങ്കിൽ കിങ് കോങ് എന്ന സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൽ ഒരു മനുഷ്യൻ 4 കാലിൽ നടക്കുന്നുണ്ട്, കയ്യിലേക്ക് ഒരു സംഭവം ഫിറ്റ് ചെയ്തിട്ട് 4 കാലിൽ നടക്കുന്നുണ്ട്. എന്നിട്ട് അത് ഗ്രാഫിക്സിലൂടെ കുരങ്ങാക്കി മാറ്റിയിട്ടാണ് അവരതിൽ ഏപ്സിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആളുകൾ ആ ഒരു പാഡിങ് ധരിച്ചിട്ട് 4 കാലിൽ നടന്നു പോകുന്നതാണ് റെക്കോർഡ് ചെയ്യുന്നത്. എന്നിട്ട് അത് വിഷ്വൽ എഫക്ട്സ് ഒക്കെ വെച്ചിട്ട് അത് കൺവേർട്ട് ചെയ്തിട്ട് അത് ആപ്സ് ആക്കി മാറ്റിയിട്ടാണ് നമ്മൾ സിനിമയിൽ കാണുമ്പോൾ കുരങ്ങന്മാർ, ഒറിജിനൽ കുരങ്ങന്മാർ നടക്കുന്ന പോലെ. അവരുടെ കൈക്ക് നീളം കൂടുതലാണ്, അതൊക്കെയാണ് മെയിൻ കാരണം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത്. ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്തിയിട്ട് ഇഗ് നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒരു യൂസ്ഫുൾ ആയി മാറിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ പ്രവർത്തകർക്കാണ്. അങ്ങനെ അതിന് ഒരു സംഭവം നിസ്സാരമായി നമ്മൾ കാണുന്നതിലും എന്തൊക്കെയോ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് തോന്നിക്കുന്ന തരത്തിലാണ് ഇഗ് നോബൽ പുരസ്കാരങ്ങൾ നൽകുന്നത്. നമ്മളുടെ ഇന്ത്യക്കാർക്കും കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ സമ്മാനങ്ങൾ. നമുക്കത് കണ്ടിട്ട് വരാം. ഞാൻ നിങ്ങളോട് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഉഡായിപ്പിനൊരു അവാർഡ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഞാൻ പറഞ്ഞു വന്നത് നോബൽ സമ്മാനത്തിൻ്റെ അപരൻ അല്ലെങ്കിൽ പാരഡി എന്നൊക്കെയുള്ള വിശേഷണങ്ങൾക്ക് എന്തുകൊണ്ട് പ്രാപ്തനായ ഒരു അവാർഡിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇഗ് നോബൽ അവാർഡ് എന്നതാണ് ആ അവാർഡിൻ്റെ പേര്. നിങ്ങളിൽ എത്ര പേര് അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്? നിങ്ങൾ ഈ അവാർഡിനെ കുറിച്ച് കേട്ടിട്ടില്ല എങ്കിൽ രസകരമായ വ്യത്യസ്തമായ ഈ അവാർഡിനെ കുറിച്ച് ഒന്ന് കേട്ടോളൂ. മുഷിഞ്ഞ സോക്സിൻ്റെ ദുർഗന്ധവും ആളുകളുടെ മാനസിക നിലയും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയുള്ള പഠനത്തിന് അവാർഡ് ലഭിച്ചതായി കേട്ടിട്ടുണ്ടോ? അതുമല്ലെങ്കിൽ ആനയുടെ ഉപരിതല വിസ്തീർണം അളക്കാനുള്ള സൂത്രവാക്യം കണ്ടെത്തിയതിനെ പറ്റിയോ? അല്ലെങ്കിൽ പോട്ടെ, ഒരു പുരാതന ഗുഹയിലെ ചുമർ ചിത്രങ്ങൾ ചുരണ്ടിക്കളയാനുള്ള വിദ്യ കണ്ടെത്തിയതിന് പുരാവസ്തു ശാസ്ത്ര അവാർഡ് കിട്ടിയതിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഞാൻ കൂട്ടുകാരായിട്ട് ചുമ്മാ വട്ട് കളിപ്പിക്കുകയാണെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? ഇതൊന്നും വെറുതെ ഒരു രസത്തിന് പറഞ്ഞതല്ല കേട്ടോ. അമേരിക്കയിലെ ഇംപ്രോബബിൾ റിസർച്ച് എന്ന സംഘടന വർഷം തോറും നൽകി വരുന്ന സമ്മാനങ്ങളെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. അതെ, നോബൽ സമ്മാനത്തിൻ്റെ പാരഡി അല്ലെങ്കിൽ അപരൻ എന്ന പേര് കേട്ട ഇഗ് നോബൽ സമ്മാനത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അസംബന്ധമെന്ന് പലർക്കും തോന്നുന്ന കാര്യങ്ങളെ പറ്റി ഗവേഷണം നടത്തലാണ് ഈ സംഘടനയുടെ മെയിൻ പണി. അങ്ങനെയാണ് 1991 ഇനി ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത കണ്ടുപിടുത്തങ്ങൾക്ക് ഇഗ് നോബൽ അവാർഡുകൾ കൊടുക്കാൻ അവർ തീരുമാനിച്ചത്. ഊർജതന്ത്രം, രസതന്ത്രം, വൈദ്യശാസ്ത്രം, സാഹിത്യം, സമാധാനം, സാമ്പത്തിക ശാസ്ത്രം തുടങ്ങിയ സാധാ നോബൽ വിഷയങ്ങൾക്കു പുറമെ ഗണിതശാസ്ത്രം, മൃഗവൈദ്യം, പൊതുജനാരോഗ്യം, എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ്, ഗതാഗതം തുടങ്ങി ഒത്തിരി വിഷയങ്ങൾ ഇഗ് നോബൽ പുരസ്കാരം നൽകാറുണ്ട്. പക്ഷേ ഒറ്റ കണ്ടീഷൻ മാത്രം, ഇനി ഇമ്മാതിരി ഒന്നും കണ്ടുപിടിച്ച് ഈ വഴി വരരുത് എന്ന് സമ്മാനത്തോടൊപ്പം താക്കീതും ഉണ്ടാവും. യഥാർത്ഥ നോബൽ സമ്മാനം പ്രഖ്യാപിക്കുന്ന അതേ സമയത്തു തന്നെയാണ് ഇഗ് നോബലിന്റെ ചടങ്ങുകളും നടത്താറ്. ഹാർവാർഡ് സർവകലാശാലയിൽ വെച്ച് നടക്കുന്ന
വർണ്ണശബളമായ ചടങ്ങിൽ വെച്ചാണ് ഈ മഹത്തായ വട്ടൻ കണ്ടുപിടുത്തങ്ങളെ ആദരിക്കുന്നത്. യഥാർത്ഥ നോബൽ സമ്മാന ജേതാക്കളെ തന്നെയാണ് പുരസ്കാരം നൽകാൻ ക്ഷണിക്കാറ് എന്നുള്ളതാണ് ബഹുരസം. പിന്നെ എങ്ങനെയാണ് ഈ ഇഗ് നോബൽ സമ്മാനം ലഭിക്കുന്നത് എന്ന് വെച്ചാൽ, ജനങ്ങളെ ആദ്യം ചിരിപ്പിക്കുകയും പിന്നീട് ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന അസാധാരണ കണ്ടുപിടുത്തങ്ങൾക്കേ ഇഗ് നോബൽ സമ്മാനങ്ങൾ കിട്ടാറുള്ളൂ. അപകീർത്തി എന്ന അർത്ഥം വരുന്ന ഇഗ്നോബിൾ എന്ന വാക്കിൽ നിന്നാണ് ഇഗ് നോബൽ എന്ന പേരുണ്ടായത്. ഇഗ് നോബൽ പുരസ്കാരദാന ചടങ്ങുകൾക്ക് യഥാർത്ഥ നോബൽ ചടങ്ങുകളുമായി കാര്യമായ ഒരു വ്യത്യാസം കാണാം. എല്ലാവരും പലതരം കോമാളി വേഷങ്ങൾ ധരിച്ചായിരിക്കും അവിടെ എത്തുക. കൂടാതെ സമ്മാനം കൊടുക്കുന്നയാളും വാങ്ങുന്നയാളും കാണികളുമൊക്കെ ചിരിച്ച് വശം കെട്ട് ഒരു വഴിയായിട്ടുണ്ടാവും. ഇത്രയൊക്കെ കേട്ടിട്ട് കൂട്ടുകാർക്ക് എന്തു തോന്നുന്നു? അപാരം തന്നെയല്ലേ? എങ്കിൽ ഈ അപൂർവ സമ്മാനം നേടിയ ചില ഐറ്റങ്ങൾ കൂടി പരിചയപ്പെട്ടാലോ? മരംകൊത്തുകൾക്ക് എന്തുകൊണ്ട് തലവേദന വരുന്നില്ല എന്ന കണ്ടുപിടുത്തത്തിനാണ് ഷ്വാബ് എന്ന ശാസ്ത്രജ്ഞൻ പക്ഷിശാസ്ത്രത്തിൽ ഇഗ് നോബൽ നേടിയത്. 2012 പൊതുജന ആരോഗ്യത്തിൽ ഇഗ് നോബൽ നേടിയ കണ്ടുപിടുത്തം എന്താണെന്നോ? സ്പീച്ച് ജാമർ എന്ന ഉപകരണം. ജപ്പാനിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ഇൻഡസ്ട്രിയൽ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയർമാരായ കസുടാക കുരിഹര, കോജി സുക്കോഡ എന്നിവരാണ് ഈ ഉപകരണം കണ്ടെത്തിയത്. എന്താണ് ഇതിന്റെ സൂത്രമെന്ന് കേൾക്കണ്ടേ? വായാടികൾ, പ്രസംഗം നിർത്താത്തവർ തുടങ്ങി മറ്റുള്ളവർക്ക് ശല്യമാകുന്ന തരത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കുന്നതിനുള്ള ഉപകരണമാണിത്. ഒരാളുടെ സംസാരം റെക്കോർഡ് ചെയ്തതിനു ശേഷം വേഗതയും ടോണുമെല്ലാം മാറ്റി ഈ ഉപകരണം അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത് കേൾക്കുന്ന ആൾ പിന്നെ സംസാരം നിർത്തുമെന്ന് ഉറപ്പ്. ഇനിയുമുണ്ട് ഒത്തിരി രസകരമായ വിശേഷങ്ങൾ. അതുപോലെ ഒന്നാണ് കാപ്പിക്കപ്പ് തുളുമ്പുന്നത് എന്തുകൊണ്ട്, സ്ത്രീകളുടെ പൊക്കത്തിൽ കെട്ടിവെച്ച മുടി ആടുന്നതെങ്ങനെ തുടങ്ങി നാം ചിന്തിക്കാത്ത അത്രയും വിശേഷങ്ങൾ ഇഗ് നോബൽ സമ്മാനം അർഹമായിട്ടുണ്ട്. ഈ വട്ടൻ സമ്മാനങ്ങൾ നേടുന്ന കാര്യത്തിൽ ഇന്ത്യക്കാരും ഒട്ടും പുറകിലല്ല. 1998 സമാധാനത്തിനുള്ള ഇഗ് നോബൽ സമ്മാനത്തിന് അർഹനായത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി വാജ്പേയിയും പാക് പ്രധാനമന്ത്രിയായ നവാസ് ഷെരീഫുമായിരുന്നു. സമാധാനപരമായി 2 അണുബോംബുകൾ വിസ്ഫോടനം നടത്തിയതിനായിരുന്നു സമ്മാനം. മലയാളികൾക്കും കിട്ടിയിട്ടുണ്ട് ഈ പുരസ്കാരം. ഇന്ത്യൻ ആനകളുടെ ഉപരിതല വിസ്തീർണം കണ്ടുപിടിച്ചതിന് KP ശ്രീകുമാർ, G നിർമ്മൽ എന്നീ മലയാളി ഗവേഷകർക്ക് 2002 ഗണിതശാസ്ത്രത്തിനുള്ള ഇഗ് നോബൽ സമ്മാനവും ലഭിച്ചിട്ടുണ്ട്. എന്താ അല്ലേ? ഇഗ് നോബൽ പ്രൈസിനെ പറ്റി ഈ വീഡിയോയിലൂടെ മാത്രമാണ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും അതൊരു പുതിയ അനുഭവമായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസുമായിട്ട് VN ഷൈൻ മീഡിയ നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാവും. കീപ് സപ്പോർട്ട്. ഓക്കെ.